ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്? ആരുണ്ട്? കണ്ടിട്ടുണ്ടല്ലേ? ഒരാൾ കൂടിയിട്ടുണ്ട്. അന്നേരം BLS ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നാണ് ഫസ്റ്റ് നമ്മൾ പറയാം. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്സൈഡ് ഹോസ്പിറ്റൽ, ഒരു ഔട്ട്സൈഡ് ഹോസ്പിറ്റലുണ്ട്, ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലും ഹോസ്പിറ്റലിനുള്ളിൽ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഒരുപാടുണ്ട്. ഡോക്ടേഴ്സ്, തന്നെ നേഴ്സസ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവർ ചെയ്യുന്ന BLS, ACLS, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ഉണ്ട്. അന്നേരം നമ്മൾ പുറത്തുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചാൽ, അത് മാത്രമല്ല ഇപ്പോൾ ഒരു പാമ്പേടി, ഒരു സ്ട്രോക്ക് വന്നു, ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ പൊതുജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരാൾ പെട്ടെന്ന് ഒരു അപസ്മാരം വന്ന് വീഴും, അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴും, ഇയാൾക്ക് ബോധമുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു നിങ്ങളുടെ മുമ്പിൽ വീഴും. ഇങ്ങനെ ഒരാളെ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ആക്ച്വലി ഒരു 3 day ക്ലാസ് ആണ്. ആർക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളത് വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകും. ഫസ്റ്റ് നമുക്കൊരു സ്റ്റോറി പോലെ ഒന്ന് പറയാം. കുറച്ചും കൂടെ ഓർത്തിരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ഫസ്റ്റ് കാർഡിയാക് അറസ്റ്റിലേക്കാണ് നോക്കാം. പെട്ടെന്ന് ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ് നമ്മൾ ഒരുപാട് കാണാറുണ്ട് പത്രങ്ങളിൽ. നമ്മുടെ എന്താ പറയുക, ഡെയിലി ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഈ ഒരു ലാസ്റ്റ് മന്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയുന്ന ആരെങ്കിലൊക്കെ എന്തുണ്ടാവും, കാർഡിയാക് അറസ്റ്റ് ഒക്കെ മരിച്ചിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് മുന്നേ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. നിങ്ങളിപ്പോ ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ പറയാം. നിങ്ങളിപ്പോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യും. ഒരു റെയിൽവേ ട്രാക്കിന്റെ കുറച്ച് ഒരു മൂലയിലാണ് കൂട്ടിക്കും. നിങ്ങൾ ക്രോസ് ചെയ്ത് പോകാൻ നേരത്ത് കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അധികം ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നില്ല. ആ ടൈമിൽ ഒരാൾ കുഴഞ്ഞു വീഴും. ഒരാൾ സഡനായിട്ട് എന്ത് ചെയ്തു? കുഴഞ്ഞു വീഴും. ഫസ്റ്റ് നിങ്ങൾ ചെയ്ത കാര്യം, ആൾ കിടക്കുന്നത് റെയിൽവേ ട്രാക്കിലാണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്ത കാര്യം, ഒരാൾ സൈഡിലേക്ക് എടുത്ത് കിടത്തും. പിന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടു പോലീസിൽ അറിയിക്കാം. ഇതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിപ്പോ വേൾഡ് വൈഡ് ഈ പ്രോട്ടോക്കോളാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. ഇപ്പോ ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പ്രോട്ടോക്കോളാണ് അനുസരിച്ച് പോകുന്നത്. ഈ പ്രോട്ടോകോൾ ഉണ്ടാക്കിയത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ആണ് ഉണ്ടാക്കിയത്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മെഡിക്കൽ സിസ്റ്റം തുടങ്ങിയ വർഷം തൊട്ടേ കുറെ റിസർച്ചുകളും കുറെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കണ്ടുപിടിച്ച് ഓരോ വർഷം അപ്ഡേറ്റ് ചെയ്യും. ഓരോ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്താണ് ഈ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫസ്റ്റ് ചേട്ടൻ പറഞ്ഞ പോലെ രണ്ടുപേരും പറഞ്ഞു പെട്ടെന്ന് ആളെ പിടിച്ചെന്ത് ചെയ്യും, ഒരു സൈഡിലേക്ക് എടുക്കും. സീൻ സേഫ്റ്റി നമ്മൾ പറയണം. ഇപ്പൊ അതിപ്പോ റെയിൽവേ ട്രാക്കിലാണെങ്കിലും ഒരു വെള്ളത്തിലാണെങ്കിലും ഒരു കറണ്ട് അടിക്കാൻ ഒരു ഷോക്ക് അടിച്ചിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? സീൻ സേഫ്റ്റി. ഇപ്പൊ ഷോക്ക് അടിച്ചിട്ട് ആളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ലൈൻ സർക്യൂട്ട് എങ്കിലും ഓഫ് ചെയ്യാൻ നോക്കാം. അല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മണലിട്ടടിച്ച് ഒരു ഉണങ്ങിയ മണലൊക്കെ ഇടിച്ച ആളെ സൈഡിലേക്ക് മാറ്റി കിടക്കും. അത് നമ്മൾ മാറ്റി നോക്കുള്ളൂ. അതിപ്പോ വെള്ളത്തിലാണെങ്കിൽ മുങ്ങി വരിക്കാൻ പോകുന്ന ഒരാളാണ് നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഒരു സൈഡിലേക്ക് മാറ്റി കിടത്തി, കടലിലാണെങ്കിൽ ഒരു സൈഡിലേക്ക് മാറ്റി കിടത്തി സേഫ് ആ സ്ഥലത്ത് കൊണ്ടു കിടത്തും. റെയിൽവേ ട്രാക്ക് ആണെങ്കിൽ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കും. ഇതിനൊക്കെ റീസൺ എന്ന് പറയുമോ, ഇത് നമുക്കും കൂടെ അഫക്ട് ചെയ്യുന്നതായിട്ടാണ് ഇത് എന്ത് പറയുന്നത്? സീൻ സേഫ്റ്റി എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. സീൻ സേഫ്റ്റി ഇപ്പൊ റെയിൽവേ ട്രാക്കിലാണെങ്കിൽ പെട്ടെന്ന് ട്രെയിൻ നമുക്ക് ആയിട്ടുണ്ടാവും. നമ്മൾ അവിടെ വെച്ചാണ് ആളെ നമ്മൾ നോക്കുന്നത്. അതായത് ഫസ്റ്റ് സീൻ സേഫ്റ്റി. ഫസ്റ്റ് നമുക്ക് ഒരാളുടെ മുമ്പിൽ കുഴഞ്ഞു വീട് മരിക്കോ കുഴഞ്ഞു വീട് വീഡിയോ ഒന്നും ചെയ്തിട്ട് നമ്മളെന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? ആളെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കണം. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് റെസ്പോണ്ട് നോക്കണം. നമ്മൾ ഫസ്റ്റ് നോർമൽ വീട്ടിലെ കാര്യങ്ങൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളിച്ചു നോക്കും. എനിക്ക് നമ്മൾ വിളിച്ചു നമ്മൾ എന്ത് ചെയ്യണം? ആളെ നമ്മൾ വിളിച്ചു നോക്കും. അന്നേരം വിളിച്ചു നോക്കുന്നതിന് ഈ വലിയ ആൾക്കാർ നമ്മൾ എവിടെ തട്ടുകൊണ്ടുവരും വിളിക്കാൻ പറ്റും. ഷോൾഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശക്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശക്തിയായിട്ട് ആക്കണം. അന്നേരം എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ്സ് ഉണ്ടാവും. ചിലപ്പോ കണ്ണു ഉറക്കാം, അല്ലെങ്കിൽ കാലെന്തി വെള്ളം എന്തെങ്കിലും അനക്കാം, എന്തെങ്കിലും ഉണ്ടാവും. ചെറിയൊരു മൂവ്മെന്റ്സോ ശ്വാസം എടുക്കണോ എന്തെങ്കിലും ഉണ്ടാവും. ഇതൊന്നുമില്ല. ആർക്ക് ഒരു റെസ്പോണ്ട് ശക്തിയായിട്ട്
നെക്സ്റ്റ് എന്തൊക്കെയും ചെയ്യുന്നത്? എങ്ങനെയാ? വെള്ളം തെളിച്ചിട്ടും ആൾ എണീക്കുന്നില്ല. വെള്ളം തെളിക്കാച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് തീരെ അനക്കവും ഇല്ല, മൂവ്മെന്റ്സോ ഒന്നുമില്ല. ആള് എന്താ പറയണേ, കാർഡിയക് അറസ്റ്റിലേക്ക് പോയിരിക്കാം. വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തട്ടി വിളിച്ചു, ആൾക്കൊരു അനക്കവും ഇല്ല. നിങ്ങൾ ഒന്ന് വേദനിപ്പിച്ച് നോക്കി, ഒന്ന് മുള്ളി നോക്കി, ആ തന്നിട്ട് ഒരു അനക്കവും ഇല്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരും. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവർക്ക് അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാള് നമ്മള് ബ്രെയിൻ ഡെത്ത് കേട്ടിട്ടുണ്ട്, ഡോക്ടർ പറയുന്നില്ലേ, ആള് ജീവനുണ്ട് പക്ഷെ തലച്ചോറ് മരിച്ചതുപോലെയാണ്, വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്റർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആള് മരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടുന്ന് കാർഡിയക് സംഭവിച്ച ഒരാളെ നമ്മൾ കൊണ്ടുപോയി നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്തു, ഇയാൾ നമ്മൾ ട്രീറ്റ് ചെയ്തു, നമ്മൾ ആളെ രക്ഷപ്പെടുത്തി. പക്ഷെ ആളുടെ തലച്ചോറ് എന്തായി? ഫ്രീസായി. തലച്ചോറിലേക്ക് എന്തെത്തുന്നില്ല, രക്തയോട്ടം നടക്കുന്നില്ല, ഓർഗൻസിലേക്ക് രക്തയോട്ടം നടക്കുന്നില്ല. അത് എന്ത് സംഭവിക്കും? മസ്തിഷ്ക മരണം സംഭവിക്കും. അത് തടയാനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മൾ അന്നേരം ആളെ സൈഡിലേക്ക് മാറ്റിക്കടത്തി ശേഷം ആളെ വിളിച്ചു കൊടുക്കും. ആൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ നിൽക്കുന്ന രംഗത്ത് ഒരു റെയിൽവേ ട്രാക്കിലാണ് നമ്മൾ രണ്ടുപേരുണ്ട്. ഈ കുറഞ്ഞ ഒരാളും അല്ലെങ്കിൽ ആരും, അല്ലെങ്കിൽ വേറൊരാളും കൂടി ഉള്ളൂ. ഒരു 3 പേർക്ക് ആയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ്